ഹലോ, വെൽക്കം ടു ഇംഗ്ലിറ്റോറ. ലിറ്റററി ക്രിറ്റിസിസത്തിലെ പ്ലാറ്റോസ് തിയറി ഓഫ് മിമസിസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്ലാറ്റോസ് തിയറി ഓഫ് മിമസിസ് ഈസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഐഡിയാസ് ഇൻ ലിറ്റററി ക്രിറ്റിസിസം. മിമസിസ് എന്ന വാക്ക് ഡിറൈവ് ചെയ്യുന്നത് മിമസ്തൈ പറഞ്ഞിട്ടുള്ള ഒരു ഗ്രീക്ക് വേർഡ് എന്നാണ്. അതിൻ്റെ മീനിങ് ടു ഇമിറ്റേറ്റ്, ഇമിറ്റേഷൻ എന്നാണ്. പ്ലാറ്റോ മിമസിസിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ദ റിപ്പബ്ലിക്കിലാണ്. ഹി ബിലീവ്ഡ് ദാറ്റ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആർ ഇമിറ്റേഷൻസ് ഓഫ് റിയാലിറ്റി. റിയാലിറ്റിയുടെ ഒരു ഇമിറ്റേഷനാണ് ആർട്ട്. പക്ഷേ ഈ റിയാലിറ്റിയും ഹയർ ട്രൂത്തിൻ്റെ ഒരു ഇമിറ്റേഷനാണെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ഐഡിയ, നമ്മുടെ മനസ്സിലുള്ള ഒരു ഐഡിയ, ഒരു മരം എടുക്കാം, ഒരു ട്രീ. ആ മരത്തിൻ്റെ ഒരു ഐഡിയ നമ്മൾ മനസ്സിലുണ്ടാവും. അതാണ് ഹയർ ട്രൂത്ത്. നമ്മൾ പുറത്ത് കാണുന്നതാണ് റിയാലിറ്റി. അതിനെ ഒരാൾ വരക്കുന്നുണ്ടെങ്കിൽ അത് ആർട്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ആർട്ട് ഈസ് ദ ഇമിറ്റേഷൻസ് ഓഫ് ഇമിറ്റേഷൻസ് എന്നാണ് പറയുന്നത്. പ്ലാറ്റോ 3 ലെവൽസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ട്രീ ആണ് ഞാൻ മുന്നേ പറഞ്ഞത്. ഇവിടെ നമുക്ക് ബെഡ് നോക്കാം. ദ വേൾഡ് ഓഫ് ഐഡിയാസ്. ദ ഹയസ്റ്റ് റിയാലിറ്റി ഈസ് ദ വേൾഡ് ഓഫ് ഐഡിയൽ ഫോംസ്. അതായത് ദൈവം എങ്ങനെയാണോ ഒരു സാധനത്തിനെ സൃഷ്ടിച്ചിട്ടുള്ളത്, അതാണ് അതിൻ്റെ ഐഡിയൽ ഫോം. ദ ഐഡിയ ഓഫ് ബെഡ് എക്സിസ്റ്റ് ആസ് എ പെർഫെക്റ്റ് ഫോം ക്രിയേറ്റഡ് ബൈ ഗോഡ്. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ദ ഫിസിക്കൽ വേൾഡ്, ദ ഇമിറ്റേഷൻ ഓഫ് ദ ഐഡിയൽ ഫോം. ഈ ഐഡിയൽ ഫോമിൻ്റെ ഇമിറ്റേഷനാണ് ഫിസിക്കൽ വേൾഡിൽ കാണുന്നത്. ഒരു കാർപ്പൻറ്റർ ബെഡ് എന്ന് പറഞ്ഞ ആ ഐഡിയനെ ഉണ്ടാക്കിയിട്ട് ഫിസിക്കൽ വേൾഡിൽ കാണിക്കുകയാണ്. അത് രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ ലിറ്ററേച്ചർ ഓർ ആർട്ട്. ഒരു പോയറ്റ് ബെഡിനെ കുറിച്ച് എഴുതി, അല്ലെങ്കിൽ അത് ഒരു പെയിൻറ്റർ അത് വരയ്ക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ആർട്ട് ഓർ ലിറ്ററേച്ചർ. അപ്പോൾ പ്ലാറ്റോ പറയുന്നത് ആർട്ട് ഈസ് ത്രൈസ് റിമൂവ്ഡ് ഫ്രം ദ ട്രൂത്ത്. പ്ലാറ്റോസ് ക്രിറ്റിസിസം ഓഫ് പോയട്രി ആൻഡ് ആർട്ട് നോക്കാം. ഫസ്റ്റ് വൺ, പോയട്രി ഗീവ്സ് ഫാൾസ് നോളേജ്. പോയറ്റ്സ് റൈറ്റ് അബൌട്ട് വാർ, മെഡിസിൻ, പൊളിറ്റിക്സ് എക്സെട്ര വിത്തൗട്ട് ബീങ് ആക്ച്വൽ എക്സ്പേർട്സ്. അതായത് പോയറ്റ്സ് ഒരു കാര്യത്തെ പറ്റി എഴുതുന്നുണ്ടെങ്കിൽ അതവർക്ക് മുഴുവനായിട്ടും അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക ചെയ്തിട്ടല്ല എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ട്രൂത്ത് അല്ലാത്ത കാര്യങ്ങളും ഉണ്ടാവും. ഇതിൽ എക്സാമ്പിൾ പറയുന്നത് ഹോമറിൻ്റെ ഇലിയഡാണ്. ഇലിയഡിൽ ബാറ്റിൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ ഹോമർ ഒരിക്കലും ഒരു സോൾജർ അല്ലാത്തത് കൊണ്ട് തന്നെ അതിലൊരുപാട് തെറ്റുകൾ ഉണ്ടാവും എന്നാണ് പ്ലാറ്റോ പറയുന്നത്. ആൻഡ് ഇൻ സെക്കൻഡ് വൺ, പോയട്രി അപ്പീൽസ് ടു ഇമോഷൻസ് ഇൻസ്റ്റെഡ് ഓഫ് റീസൺ. പോയട്രി ഓഡിയൻസിനെ ഇമോഷണലിയാണ് കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്യുക, അല്ലാതെ അതിൽ ലോജിക്കിൻ്റെ അംശം കുറവായിരിക്കും എന്നാണ്. ആൻഡ് തേർഡ് വൺ, പോയട്രി ക്യാൻ കറപ്റ്റ് സൊസൈറ്റി. ചില കഥകളിലൊക്കെ രാജാക്കന്മാരും അല്ലെങ്കിൽ ഗോഡ്സൊക്കെ ഫൈറ്റ് ചെയ്യുന്നതും നുണ പറയുന്നതൊക്കെ കാണാം. അതുകൊണ്ട് തന്നെ അത് ആളുകളെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത് പ്ലാറ്റോ. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് പോയറ്റ്സ് ഇമിറ്റേറ്റ് അപ്പിയറൻസസ് നോട്ട് ട്രൂത്ത്. ഒരിക്കലും പോയറ്റ്സ് മുഴുവനായിട്ടും സത്യത്തിനല്ല ഇമിറ്റേറ്റ് ചെയ്യുന്നത്, അതൊരു മിയർ ഇമിറ്റേഷൻ മാത്രമാണ്. ഇമിറ്റേഷൻസ് ഓഫ് പ്ലാറ്റോസ് തിയറി നോക്കാം. അരിസ്റ്റോട്ടിൽ ഇതിനെ ഡിസഗ്രി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇമിറ്റേഷൻ ഈസ് നാച്ചുറൽ ആൻഡ് വാല്യുബിൾ. അത് വാല്യുബിൾ ആയിട്ടുള്ള കാരണമാണ്. കാരണം ഇമിറ്റേഷനിലൂടെ ആളുകൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. മോഡേൺ ക്രിറ്റിക്സും ഇതിനെ എതിർക്കും. ആർട്ട് ഒരിക്കലും ഒരു സിംപ്ലി കോപ്പിയിങ് അല്ല, അത് ഡീപ്പർ ട്രൂത്ത്സിനെ കാണിക്കുന്നതെന്നാണ് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഒരു ആർട്ട് വർക്ക് എടുക്കാം. ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. അതൊരു അമേരിക്കൻ മൂവിയാണ്. ഇറ്റ് പോർട്രേറ്റ്സ് എ റിയൽ ലൈഫ് സ്ട്രഗിൾ ഓഫ് എ സെയിൽസ്മാൻ ഹൂ സ്ട്രഗിൾ വിത്ത് ഹോംലെസ്നെസ് വൈൽ റേസിംഗ് ഹിസ് യങ് സൺ ആൻഡ് പെർസ്യൂയിങ് എ ലൈഫ് ചേഞ്ചിങ് കരിയർ ഓപ്പർച്യൂണിറ്റി. ഇതൊക്കെ പറയുന്ന ഒരു മൂവിയാണത്. അതിലൂടെ കാണിക്കുന്നത് മൂവി ഒരു ആർട്ട് വർക്കാണ്, അതും ഒരു ഇമിറ്റേഷനാണ്. പ്ലാറ്റോൻ്റെ ഐഡിയ അനുസരിച്ചിട്ട് അതും ഒരു ഇമിറ്റേഷനാണ്. പക്ഷേ ഇതിലൂടെ ഒരുപാട് മെസ്സേജസ് ലഭിക്കുന്നുണ്ട്. സോ ഇത്രയാണ് പ്ലാറ്റോൻ്റെ തിയറി ഓഫ് മിമസിസിൽ പറയുന്നത്. നോട്ട്സ് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം. സോ താങ്ക് യു.